സുഹൃത്തുക്കളെ ഞങ്ങള് TK കോളനി TK കോളനി നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ സ്ഥലമുണ്ടല്ലോ ഞങ്ങൾ പോയി നോക്കട്ടെ. ഞാനുണ്ട്, നമ്മളെ വാസുകണ്ടുണ്ട്, സീനിയറുണ്ട്, ബാബു, നമ്മളെ പ്രശസ്തനായ പുലാടത്ത് ബാബുണ്ട്, അമ്മിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. സ്ഥലം ഞങ്ങൾക്ക് അറിയില്ല, ഏതായാലും പോയി നോക്കട്ടെ. എവിടെ എത്തുമെന്ന് അറിയില്ല. സ്ഥലം ഇങ്ങനെ ചോദിച്ച് പോവാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായൊരു വെള്ളച്ചാട്ടമാണ്. അവിടെ കയറാൻ കഴിയുമെന്നൊന്നും അറിയില്ല, ഏതായാലും പോയി നോക്കാം. മാങ്ങയാണെങ്കിൽ മാങ്ങണ്ട്. നമ്മളെ ഓട്ടോസൈഡിലായിട്ട് പോണേ. നമ്മളെ കൊമ്പം കിടക്കണമെങ്കിൽ ഏതാ മുതൽ കിടക്കണ കണ്ടില്ല. ഏതാണിത്? ഇവ എസ്സിയാണ്, പഴയ കൊമ്പനാണ്. കൊമ്പൻ ഓട്ടോസൈഡായിട്ടുള്ള കുഴപ്പമുണ്ട്. ദേശം ഇളക്കം കൂടുതലുണ്ടാവും. പ്രശ്നമാക്കണ്ട. നമ്മളെ മണിയാട്ടനാണ് കേട്ടോ ഡ്രൈവർ. ഇന്ന് മണിയാട്ടനാണ് ഡ്യൂട്ടിയിൽ. മൂപ്പര് ഇതിനായിട്ട് വന്നാണ്. ഒരു ആസാമിലേന്. റോഡൊക്കെ വലിയ സുഖമില്ലാത്ത റോഡാണ്. കുണ്ടും കുയ്യാണ് റോഡ്. അപ്പോൾ അതിനുള്ളൊരു ചാട്ടം വീഡിയോയിലുണ്ടാവും. ക്ഷമിക്കണം എല്ലാവരും. ഇതെന്താ സംഭവം? ഷായ ആർട്സ് ആൻഡ് കോളേജ് സയൻസ്, സഹിയ എന്നൊരു കോളേജാണ്. നമുക്ക് ഈ റൂട്ടൊന്നും അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ് ഈ വഴിക്കിട്ടോ. ഞാൻ പോയി നോക്കട്ടെ. പോണ വഴിയൊക്കെ ഫുള്ള് റബ്ബർ തോട്ടാട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ്, ഫുള്ള് റബ്ബറാ. പക്ഷെ റോഡാണ് പറ്റൂടാത്ത. റോഡ് പറ്റ മോശമാണ്. റബ്ബർ സൈഡിൽ, രണ്ട് സൈഡിലും റബ്ബറാ. റോഡ് പറ്റ മോശാട്ടോ. പൈസ കൂടി മൂപ്പർ കിട്ടും. മൂപ്പർ എടുക്കാം. കമ്പനിയായിട്ട് പോകണം. പോയിക്കൊണ്ട് കേട്ടോ. അന്ന് കാണുമ്പോൾ ചോദിക്കുന്നത് KTC പോലില്ലേ? കാരണം KTCന്റെ വണ്ടിയിലാണല്ലോ മൂപ്പർ പോലെ. മൂപ്പരൊക്കെ വരുമ്പോൾ ഒരു കേസ് സാധനം വന്നു. ഇത് കണ്ടുവച്ചാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സ്ഥലം. അവിടെ ഒരു താത്ത കച്ചവടം ചെയ്യുന്നുണ്ടാവും ആ മൂലക്കൽ. അതിലൊരു വഴി ഉണ്ടായത്. ആ വഴി കണ്ട് ഇറങ്ങിപ്പോയാൽ നമ്മളെ സ്പോട്ടിലെത്തിട്ടോ. അപ്പോൾ നേരെ ഈ ഭാഗത്തുനിന്ന് ഇവിടെ ഇത് നോക്കി വന്നാൽ മതി വരുമ്പോൾ. ഓക്കെ, ഇതാണ് കവളമുക്ക്. വണ്ടി നിർത്തി കുറച്ചങ്ങനെ നടക്കുന്നു വരാണ്ട്. വെള്ളം ചാടുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതിൽ കേൾക്കണോക്കി അറിയില്ല. അപ്പോൾ ടീംസ് ഇതാ
വരുന്നേ മറ്റേ എത്തികളോടെ വയ്യേറ്റിട്ടോ എത്തികളെ വരാൻ പറയും. ആ ബൈക്കൊക്കെ വരുന്നുണ്ടല്ലോ, ബൈക്കിന് വരാൻ വന്നിട്ടുണ്ട് കേട്ടോ. ബൈക്കുകാർ വരുന്നുണ്ട്, മറ്റുള്ള വണ്ടിയൊന്നും ഇങ്ങോട്ട് ഇറങ്ങാനില്ല. ബൈക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ട്. ഇതുവരെ പോകുന്ന അറിയില്ല, പോയോക്കാം നമുക്ക്. ട്രൗസറൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് മുണ്ട് ട്രൗസറൊക്കെ ഉണ്ട് ഇവിടെ. മുണ്ട് എടുക്കണമെങ്കിൽ മുണ്ട് വാങ്ങാം. ഇങ്ങനെ ചെല്ലുമ്പോൾ ഇത് വലിയൊരു സ്ഥലമാണ് കാണുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നല്ലൊരു സ്ഥലമാണല്ലോ. വെള്ളത്തിൽ കൂടെ പോകണോ? ആ വെള്ളമാണ് ഇതിൻ്റെ വിചാരിച്ച്. ഒരാൾ ചോദിക്കുക വെള്ളച്ചാട്ടം വേണം വന്നിട്ട്, വെള്ളത്തിൽ കൂടെ പോകണമെന്ന്. പൊട്ട ജീൻസും ഷൂ ഒക്കെ ഇട്ടാണ്ട് വന്നേ. ഓരോ പറഞ്ഞാ വെള്ളത്തിൽ ചാടാനുള്ളതാണെന്ന്. എന്നിട്ട് വന്ന് വരുത്തുന്നില്ല. എന്നിട്ട് ഓൻ ചോദിക്കുക വെള്ളത്തിൽ കൂടെ പോകണമെന്ന്. അത് വേണേ കഴിച്ചിട്ടേക്ക് ഇല്ലാതെ വരുന്ന ശ്രദ്ധയ്ക്ക് ഇതുപോലത്തെ തണ്ടാലിട്ട് വരുന്നത് ഭയങ്കര ഇടങ്ങേറാവും. കൈ പിടിച്ചെടുക്കണം, അത് ഒലിച്ച് പോണ്ട. അവിടുന്ന് വൈകി വന്നാ നിങ്ങള് ഇവിടെ നിൽക്കണല്ലേ, ഇവിടെ ചവിട്ടി നിൽക്കണല്ലേ. ആ വൈബോസ്റ്റിക്കാണ്. ഏതാ വൈബ്? നല്ല തണുത്ത വെള്ളം. ആ വികലടാ. അതാ പോണേ. സൈഡ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തോലൊക്കെ പോകും. ആ അടുത്ത കളിയാണോ പോണ്? ചാടി അങ്ങോട്ട് നീന്തി പോകണ്ടോ, ഇങ്ങോട്ട് വരരുത് ഒരിക്കലും. ഇങ്ങോട്ട് വന്നാൽ പെട്ട്, ഇതിൻ്റെ ഇടയിൽ പോന്നാൽ പെട്ട്. ഡേഞ്ചറുണ്ട് കേട്ടോ. അവിടെ ചാടി ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് ചാടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പണിയാവും. ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ പിന്നെയും കഴിച്ചില്ലോ. അതിൻ്റെ ഇടയ്ക്ക് പോയാൽ ചുയ്യാണ്. അതിൻ്റെ ഇടയിൽ കുടുങ്ങി കുറേ അപകടങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കും വേണം ഇവിടെ വന്നാണ്ട്. ശ്രദ്ധ നല്ല വേണം, ശ്രദ്ധ തെറ്റിയാൽ പണി പാളും. ഇത് ഭയങ്കര ചുയിപ്പാണ് അവിടെ കണ്ടോ. ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയാൽ പണിയാവും. ഇങ്ങോട്ട് പോകണം, ഇതിലേ പോകണം. ഇതിലേ പോയാൽ എങ്ങനെയാണ് പോവാം. പക്ഷെ അതിലേ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ കുടുങ്ങും. അതിനുള്ളിൽ ആയുള്ള സ്ഥലമാണെന്നും പറഞ്ഞേക്കുന്നു. നിലപാട് സ്വീകരിക്കുന്ന ഈ സ്ഥലത്തിനെ പറ്റി എന്താ അഭിപ്രായങ്ങൾ വാസേട്ടാ? എന്താ പറയും? സൂപ്പറാണ് സ്ഥലം. എല്ലാവരും വന്നിട്ട് മുന്നേ വരേണ്ട സ്ഥലമാണ്. അന്ന് വഴുകിപ്പോയി, നമ്മൾ വരാൻ വഴുകിപ്പോയി അല്ലേ? പക്ഷെ നമ്മൾ അറിയില്ലല്ലോ. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ശ്രീനിവാസേട്ടുണ്ട്. എന്താ ശ്രീനിവാസേട്ടാ പാട്? സൂപ്പർ സ്ഥലം.
മണിയാണ്ടനെ വളർത്താ എന്താ നിങ്ങളെ അഭിപ്രായം? മർമൂട ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീനിവാസേട്ടൻ വെള്ളത്തിൽ ചാടാത്തത്. അതെ ചാടിനി ഉണ്ടെങ്കിൽ ചാടിനി. മദീന റാഫിന്റെ പാടെന്താ? അടിപൊളി തന്നെയല്ലേ? എന്താ വെള്ളം അയ്യോ. പക്ഷെ ഇത് ഡേഞ്ചറാണ്, നമ്മൾ ശ്രദ്ധിക്കും വേണോ? അല്ല ഡേഞ്ചർ ഉണ്ട്, മലവെള്ളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറാ. ഇവിടുന്ന് അങ്ങോട്ട് ചാടിയല്ലോ. അത് ചാടി നല്ല ഒഴുക്കാണ്, നല്ല ഒഴുക്കാം, നല്ല ഒഴുക്കുണ്ട്, വെള്ളത്തിന് നല്ല ഒഴുക്കാം. ഇതുകൊണ്ട് പറ്റും, സാധിക്കും. ഏതാ സ്ഥലം വൈബാ, പൊളി വൈബ്, പൊളി വൈബ്. ഓ അടിപൊളി അടിപൊളിയല്ലേ സ്ഥലം? അടിപൊളി സ്ഥലം. വരുന്ന കാണുന്ന സ്ഥലമാണ് TK കോളനി.